ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മോണ്ടിസോറി പ്രാക്ടിക്കൽ സെഷൻ. നമ്മൾ സെൻസോറിയൽ അപ്പാരറ്റസിലാണ് നോക്കിയിരിക്കുന്നത്. സെൻസോറിയൽ അപ്പാരറ്റസിലെ അടുത്ത അപ്പാരറ്റസാണ് റെഡ് റോഡ്സ് എന്ന് പറയുന്നത്. ഇതിനെ ലോങ് സ്റ്റെയേഴ്സ് എന്നും പറയും, അതുപോലെ തന്നെ എൽ റോഡ്സ് എന്നും പറയും. ഇത് എൽ റോഡ്സ് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഷേപ്പ് നോക്കുമ്പോൾ അറിയാം, എൽ ഷേപ്പിലാണ് അല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയാം, എൽ റോഡ്സ് എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ ഷോർട്ടസ്റ്റ് യൂണിറ്റാണ് ഏറ്റവും ഫസ്റ്റ് ഇരിക്കുന്നത്. അത് 10 സെൻറ്റിമീറ്ററിലായിരിക്കും ലെങ്ത്ത്. 10 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വേരിയേഷൻ വരുന്ന 10 ലോങ് പ്രിസംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൽ റോഡ്സ് അല്ലെങ്കിൽ റെഡ് റോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ആണ് സെക്കൻഡ് വണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ടോൾ ഷോർട്ട് കൺസെപ്റ്റ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് മാത്സിൽ ഇത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ മോണ്ടിസോറിയിൽ പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റെയേഴ്സ്, റോഡ്സ് ഇതിനെല്ലാം 10 ആണ് ബേസ്. അതായത് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും നമ്മൾ ഇത് യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളിത് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രൗൺ സ്റ്റെയേഴ്സ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ടാക്ടൈൽ സെൻസ് വഴി ഇത് സ്റ്റെയർ മോഡലാണെന്ന് മനസ്സിലാക്കുന്നു. അതിലൂടെ ലെങ്ത്ത് ഇത് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ലെങ്ത് ആണ്. റെഡ് റോഡ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ലെങ്ത്ത്, എക്സ്പ്ലോറിങ് ദ ഡയമെൻഷൻ ഓഫ് ലെങ്ത്ത് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്ത് ഷോർട്ടസ്റ്റ് പീസിനെയാണ് നമ്മൾ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഫോർ ഓൾ ദ റെസ്റ്റ്. ബാക്കി വരുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും വരുന്ന 9 റോഡ്സിൻ്റെയും മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. ഓക്കെ, ദെൻ മോണ്ടിസോറി റോഡ് യൂസ് ചെയ്യുന്ന ഏജ് എന്ന് പറഞ്ഞാൽ 0 to 6 ഏജ് വരെ നമുക്ക് ഈ അപ്പാരറ്റസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് മോണ്ടിസോറി റെഡ് റോഡ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഡെവലപ്പ് ചൈൽഡ് വിഷ്വൽ ആൻഡ് മസ്കുലർ പെർസെപ്ഷൻ ഓഫ് ലെങ്ത്ത്, ഡെവലപ്പ് ചൈൽഡ് കോർഡിനേഷൻ ഓഫ് മൂവ്മെൻറ്റ്, ടു പ്രൊവൈഡ് കൺട്രോൾഡ് എക്സ്പീരിയൻസ് ഓഫ് സീരിയേഷൻ, ടു ഗിവ് ചൈൽഡ് ബേസിക് ലാംഗ്വേജ്, ദെൻ കോർഡിനേഷൻ, ബാലൻസ് ആൻഡ് കോൺസെൻട്രേഷൻ. ഇനി എങ്ങനെയാണ് വർക്കിംഗ് പ്ലേസിലേക്ക് ഹോൾഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും വെർട്ടിക്കലി വേണം ഹോൾഡ് ചെയ്ത് നമ്മുടെ വർക്കിംഗ് പ്ലേസിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെയും മൊത്തം മുട്ടുവാനും ഇടയുണ്ടാവും. അപ്പം നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്, വെർട്ടിക്കൽ പൊസിഷനിൽ ആയിരിക്കണം. അപ്പം നമ്മുടെ പാം വെച്ച് ഹോൾഡ് ചെയ്ത് നമ്മുടെ ലെഫ്റ്റ് പാമിൽ സപ്പോർട്ട് ചെയ്ത് വേണം നമ്മൾ വർക്കിംഗ് പ്ലേസിലേക്ക് മൂവ് ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം എല്ലാ മെറ്റീരിയലും നമ്മൾ വർക്കിംഗ് പ്ലേസിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് ഡിസോർഡറായിട്ട് വെക്കാം. അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും ഷോർട്ടസ്റ്റ് വൺ ഏതാണ് എന്ന് കുട്ടിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അതിന് ശേഷം ഷോർട്ടസ്റ്റ് വൺ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹോൾഡ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ ഫിംഗേഴ്സ് 2 എൻഡിലും പിടിച്ചിട്ട് വേണം മൂവ് ചെയ്യാനായിട്ട്. ബോത്ത് സൈഡ്സിൽ നമ്മൾ മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും കൂടി വെച്ച് വേണം ഹോൾഡ് ചെയ്യാൻ. ഇപ്പോൾ സ്മോളസ്റ്റ് വരുമ്പോൾ നമുക്ക് തമ്പും കൂടി യൂസ് ചെയ്യാം, അതായത് ഷോർട്ടസ്റ്റ് സിലിണ്ടറിന്. ദെൻ അതിൻ്റെ മുകളിലൂടെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുക. ദാറ്റ്സ് 1 ആൻഡ് സേ 1 1. Then take the other knot. Then touch it and arrange. Then say 2. Say 2. ഷോർട്ടസ്റ്റിൽ നിന്ന് നമ്മൾ ലോങ്ങസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിൽ വേണം നമ്മളിത് അറേഞ്ച് ചെയ്യാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മോണ്ടിസോറിയിലെ റെഡ് റോഡ്സിൻ്റെ അകത്ത് വരുന്ന മറ്റു കാര്യം, ഓരോ റോഡും ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ സ്മോളസ്റ്റ് റോഡിൽ നിന്ന് ആണ് എന്താണ് അത് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അതായത് നമ്മുടെ നാച്ചുറൽ സീരീസ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10 എന്ന പാറ്റേണിലാണ് എന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു എക്സസൈസിലൂടെ സാധിക്കും. ദെൻ കൺട്രോൾ ഓഫ്
എറർ. അതായത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം സ്റ്റെയർ ഫോർമേഷൻ ചെയ്യുമ്പോൾ എന്താണ് കുട്ടികൾക്ക് ഇതിൻ്റെ ഇറഗുലാരിറ്റി മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്യുന്ന കറക്റ്റ് പ്രോപ്പർ ആയിട്ടല്ല എങ്കിൽ അതെന്താണ് കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ കുട്ടി സ്വയം തന്നെ തിരുത്തുന്നു. അതിനെയാണ് നമ്മൾ കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്നത്. ദെൻ സ്മോളസ്റ്റ് റോഡ് ഫിറ്റ് ഇൻ ടു ഈച്ച് സക്സസീവ് സ്റ്റെപ്സ്. ഓരോ സ്റ്റെപ്സും സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്മോളസ്റ്റ് വൺ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് റെഡ് റോഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെഡ് റോഡ്സ് അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്, പൊസിഷൻ കീപ്പ് ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.